gentlemen, welcome to a brand new episode of Let's Dance Season 2! പതിവ് പോലെ തന്നെ നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാവരും റെഡിയാണ്. പക്ഷേ ഇന്ന് അവർ കുറച്ചും കൂടി വെരി മച്ച് അവർ enthusiastic and excited ആണ്. നമ്മുടെ ഷോ തുടങ്ങുന്ന മുമ്പ് പ്ലീസ് വെൽക്കം our very own super supporting judges. Please welcome Laila Majnu, Romeo Juliet, and നമ്മുടെ chief judge Shanti Master. ശാന്തി മാസ്റ്ററുടെ സൈഡില് ഒരു വേക്കന്റ് ചെയർ നമ്മൾ എല്ലാവരും കണ്ടു അല്ലേ? ആ വേക്കന്റ് ചെയറിൽ ഇന്ന് ഒരു സ്പെഷ്യൽ അതിഥി വരാൻ പോവാണ്. അതാരാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഐ ഹാവ് എ ബിഗ് ലിസ്റ്റ് ഓഫ് ഇൻട്രൊഡക്ഷൻ ആൻഡ് ബിഗ് ലിസ്റ്റ് ഓഫ് ഗുഡ് തിങ്സ് ടു ടെൽ അബൌട്ട് ഹിം. 3 ജനറേഷൻസ് ആയി ഇന്ത്യൻ സിനിമ കണ്ട് ഒരു വലിയൊരു സൂപ്പർ ഡൂപ്പർ കൊറിയോഗ്രാഫർ ആണ്. ഡാൻസ് ഇസ് ഹിസ് സോൾ. അങ്ങനെ ഇന്ത്യൻ സിനിമ ആടി വാഴുന്ന ഒരു അതിഥിയാണ്. മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു റിയാലിറ്റി ഷോയിൽ ഇദ്ദേഹം എത്തുന്നത്. ലെറ്റ്സ് ഡാൻസ് സീസൺ 2 ഈ വേദി ഇനി ധന്യമാകുന്നത് ഒരു അതുല്യ പ്രതിഭയുടെ വരവോടെയാണ്. കെ ബാലചന്ദർ എന്ന സംവിധായകന്റെ നീർക്കുമഴി എന്ന ചിത്രത്തിന് കൊറിയോഗ്രാഫി ചെയ്തുകൊണ്ട് തെന്നിന്ത്യൻ ചലച്ചിത്ര ലോകത്തെത്തിയ ഇദ്ദേഹം അതുവരെ സിനിമകളിൽ ഉണ്ടായിരുന്ന നൃത്തരൂപത്തിനും രീതിക്കും ഒരു വലിയ ചരിത്ര മാറ്റം തന്നെ ഉണ്ടാക്കി. ആ ഒരു മാറ്റം ഏറ്റവും അധികം ഗുണം ചെയ്തത് ഗ്രൂപ്പ് ഡാൻസേഴ്സിനെയായിരുന്നു. ഇദ്ദേഹത്തിന്റെ വരവോടെ നായകനോടൊപ്പവും നായികയോടൊപ്പവും അവരുടെ അഭിനയത്തിനോടൊപ്പവും അടുത്തു നിൽക്കുന്നവരായി മാറി ഗ്രൂപ്പ് ഡാൻസേഴ്സ്. ഇദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിച്ച ഡാൻസേഴ്സ് പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ ശിഷ്യരായും ഇന്ന് തെന്നിന്ത്യൻ ചലച്ചിത്ര ലോകത്ത് അറിയപ്പെടുന്ന അതിപ്രശസ്തരായ കൊറിയോഗ്രാഫേഴ്സുമായി മാറി. 3 ജനറേഷൻ കണ്ട ഒരു ലെജൻഡ് കൊറിയോഗ്രാഫർ. ഇദ്ദേഹത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പം നൽകാവുന്ന ഒരു വിശേഷണം അതുതന്നെയാണ്. 10,000-ലധികം വ്യത്യസ്ത നൃത്ത ചുവടുകൾ സൗത്ത് ഇന്ത്യൻ സിനിമയ്ക്ക് സമ്മാനിച്ച ഈ പ്രതിഭ ഇന്ത്യൻ സിനിമയുടെ മൈക്കിൾ ജാക്സൺ എന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ സ്വന്തം പ്രഭുദേവയുടെ പിതാവാണ്. ഒപ്പം അറിയപ്പെടുന്ന അഭിനേതാക്കളും കൊറിയോഗ്രാഫേഴ്സുമായ രാജു സുന്ദരം, നാഗേന്ദ്ര പ്രസാദ് എന്നിവരും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മക്കളാണ്. ഓരോ കാലഘട്ടത്തെയും ഇളക്കിമറിച്ച നൃത്ത സംവിധായകൻ തന്നെയാണ് താൻ എന്ന് അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ നോക്കിയാൽ വ്യക്തമാകും. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ സിനിമയ്ക്ക് 100ാം വയസ്സ് തികയുന്ന അവസരത്തിൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകി അദ്ദേഹത്തെ ആദരിച്ചത്. പറഞ്ഞാലും തീരാത്ത വിശേഷണങ്ങളാണ് ഈ അതുല്യ പ്രതിഭയ്ക്ക് സ്വന്തമായുള്ളത്. അതുകൊണ്ട് തന്നെ ലെറ്റ്സ് ഡാൻസ് സീസൺ 2 ഈ വേദി ധന്യമാക്കാൻ സ്നേഹപൂർവ്വം അഭിമാനപൂർവ്വം നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം സുന്ദരം മാസ്റ്റർ. அண்ணாத்த ஆடுறார் ஒத்திக்கோ ஒத்திக்கோ தென்னாட்டு வெங்கதாம் ஒத்துக்கோ ஒத்துக்கோ அண்ணாத்த ஆடுறார் ஒத்திக்கோ ஒத்திக்கோ தென்னாட்டு வெங்கதாம் ஒத்துக்கோ ஒத்துக்கோ காட்டோரம் மேயும் குறும்பாடு அத போட்டாதான் நமக்கு சாப்பாடு. ஆனா காட்டோரம் மேயும் குறும்பாடு அத போட்டாதான் நமக்கு சாப்பாடு. சிறுமா சிறுமே சிறுமா சிறுமே அண்ணாத்த ஆடுறார் ஒத்திக்கோ ஒத்திக்கோ தென்னாட்டு வெங்கதாம் ஒத்துக்கோ ஒத்துக்கோ அண்ணாத்த ஆடுறார் ஒத்திக்கோ ஒத்திக்கோ தென்னாட்டு வெங்கதா ஒத்துக்கோ ஒத்துக்கோ அண்ணாத்த ஆடுறார் ஒத்திக்கோ ஒத்திக்கோ தென்னாட்டு வெங்கதா ஒத்துக்கோ ஒத்துக்கோ அண்ணாத்த ஆடுறார் ஒத்திக்கோ ஒத்திக்கோ தென்னாட்டு வெங்கதா ஒத்துக்கோ ஒத்துக்கோ. Master, thank you so much
much for coming to our show. എല്ലാവർക്കും നമസ്കാരം. അമൃത TV ഞാൻ കാണുന്നുണ്ട്. ചെന്നൈയിൽ ഇരിക്കുമ്പോൾ മൈസൂരിൽ ഉണ്ടാവും. അവിടെ നിന്ന് കാണണം. ഇതൊക്കെ സ്റ്റേജ് ഇവിടെയൊക്കെ പെർഫോമൻസൊക്കെ ഒരുപാട് കണ്ടിട്ടും നമ്മുടെ ശാന്തി ആ ജഡ്ജ്മെൻറ്റ് പണിയത് സ്റ്റൈൽ చాలా വളരെ നന്നായിട്ടുണ്ട്. ശാന്തി കറക്റ്റായിട്ട് പോയിന്റ് കറക്റ്റായിട്ട് പറയേണ്ടത് അത് ഞാൻ ഇഷ്ടപ്പെട്ടതാണ്. വളരെ ഗുഡ്. ഇവരൊക്കെ പിള്ളേകളാരും വളരെ നല്ലെന്ന് ചെയ്യുന്നുണ്ട്. ഗുഡ്, താങ്ക്സ്. ഈ സ്റ്റേജിൽ അമൃത TVയിൽ എനിക്ക് ഇന്തൊക്കെ ഇത്ര ഒരു ചാൻസ് കിട്ടിയത് നമ്മുടെ ശാന്തി മാസ്റ്ററാണ്. താങ്ക്സ് ടു ശാന്തി മാസ്റ്റർ. I would like to call all the judges on stage, please. இவங்க சொன்னாங்க மைக்கில் 3 ஜென்ரேஷனில் ஒர்க் பண்ணியிருக்கேன்னுட்டு. நான் இங்கேயே காமிக்கிறேன். இவங்க பாட்டியோட நான் ஒர்க் பண்ணியிருக்கேன். இவங்க அப்பனோட ஒர்க் பண்ணியிருக்கேன். இவளோட ஒர்க் பண்ணுறேன். இவளோட பொண்ணு பையனை நான் ஒர்க் பண்ண போகிறேன். இதுதான். குட் லக். காட் பிளஸ் யூ. மாஸ்டர் ஜி வெல்கம் மாஸ்டர் ஜி. நாங்கள் கூப்பிட்டதுக்கு நீங்கள் அவ்வளோ தூரத்துலேருந்து எங்களோட ப்ரோக்ராமை மதித்து இங்கே வந்ததுக்கு நாங்கள் எல்லாரும் சந்தோஷம்னா சும்மா ஒரு சந்தோஷம் இல்லை, இது மாதிரி ஒரு திருவிழா எங்களுக்கு லைஃப்பில் இனி இல்லை. இது மாதிரி ஒரு சந்தோஷம் இனிமே இல்லை. உங்களோட எனக்கு தான் ரொம்ப சந்தோஷம். அமிர்தா டிவியில் நம்ம இந்த ஸ்டேஜில் நிற்கிறதுக்கு நான் கொடுத்து வச்சிருக்கணும். என் பாக்கியம் வேணும். Thank you. Thank you, Master. Please. வேர்ல்டு டான்ஸ் ஆவானுக்கு அத்தனை இதுவும் உங்களுக்கு இருக்கு. நீங்க டான்ஸ் பெரிய அந்த அளவுக்கு உங்க பாடி லாங்குவேஜ், அந்த ஸ்ட்ரெச், உங்களோட எனர்ஜி, இன்ட்ரெஸ்ட் எல்லாமே உங்ககிட்ட தெரியுது. ഒരു ഡാൻസ് ഇതുപോലെ ഞാൻ ഇവിടെ കണ്ടിട്ടില്ല. ഇതാണ് ആദ്യം ഫസ്റ്റ് കാണേണ്ടത്. തുടങ്ങി പിന്നെ അവസാനിച്ചപ്പോൾ നിങ്ങൾ കാണിച്ച ആ ഫുൾ വേദന നമുക്കും ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഒരാളാണ് പാടുന്നത്, മെയിൽ വോയിസ് ഒരാളാണ് പാടുന്നത്. അതിലും കൂടി ചിലപ്പോൾ നിങ്ങളത് മറന്നുപോയി, വിട്ടു പോകുന്നു. ഒരാൾ പാടിയിട്ട് ഇടയ്ക്കാണ് അങ്ങനെ പാടാൻ തുടങ്ങിയത്. പമ്പമേളങ്ങൾ തുള്ളിത്തുളുമ്പും ഭങ്കരമേളങ്ങൾ ആടിത്തിമിർക്കും